പറയാറുണ്ട്. നമ്മൾ പലയിടങ്ങളിൽ വെച്ചും ശൈഖുനയെ കുറിച്ച് കേട്ടതുമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പ മുദരിസാണ്, മുഅല്ലിമാണ്, ആലിമാണ്, ആബിദാണ്, വലിയ സാഹിദാണ്, വലിയ വാഇദാണ്. അവർ വിശുദ്ധമായിരിക്കുന്ന കഅബാലയത്തിലേക്ക് ചെന്നപ്പോഴാണ് അവിടുന്നാണ് അശരീരി വരുന്നത്. അങ്ങയുടെ ഭാര്യ ഗർഭിണിയാണ്. ഹയാത്തു കാലത്ത് ശൈഖുനയുടെ ഉപ്പ അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പാക്ക് ഒരു ശൈഖ് ഉണ്ടായിരുന്നു. രണ്ടാടി ശൈഖ് എന്ന് പറയുന്ന ശൈഖ് ഉണ്ടായിരുന്നു. ആ ശൈഖിന്റെ അരികിൽ പോവാതെ വീട്ടിലേക്ക് പോകാറില്ല. എവിടെ പോവാണെങ്കിലും എവിടേക്ക് പോവാണെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ശൈഖുനെ ഒന്ന് സമീപിക്കും അത്രേ. അങ്ങനെ വിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ശൈഖുനെ സമീപിച്ചു. അവിടുന്ന് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണല്ലേ, അങ്ങേ ഒരു വലിയ വാപ്പയാണ്, അവിടത്തേക്ക് പേര് എന്റെ പേര് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ശൈഖുനെ അന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിലായത്തിന്റെ മർത്തബയുടെ കുട്ടിയാണ് വരാനിരിക്കുന്നതെന്ന് മഹാരഥന്മാരിലൂടെ പ്രത്യേകമായിരിക്കുന്ന ഒരു സൂചന നൽകുകയാണ്. വന്നു, ഭാര്യയെ കണ്ടു, സന്തോഷങ്ങളൊക്കെ അറിയിച്ചു. പിന്നെയാണ് ഒരു വയതിന്റെ മജ്‌ലിസിൽ ഒരാൾ കയറി വരുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ശൈഖുനെ കുറിച്ചുള്ള ശുഭസൂചനകൾ നൽകുന്നത്. അവിടുത്തെ ശൈഖുന ജീവിതകാലത്തേക്ക്, അതായത് ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നു. ഒരു വലിയ മഹാനായിട്ട് കടന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളെ പോലെയുള്ള പ്രകൃതം അല്ല, സാധാരണ കുട്ടികളുടെ കളികളില്ല. പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയിലുള്ള വളർച്ചയാണ്. ശൈഖുനയുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ അവിടുന്ന് ഇൽമിനോട് വല്ലാത്തൊരു ഹിർസാണ്, വല്ലാത്തൊരു താല്പര്യമാണ്. അങ്ങനെ ഇൽമുമായി ശുഗലാകുന്ന ഒരവസ്ഥ വന്നു. കുറെ കഴിഞ്ഞു ശുദ്ധമായിരിക്കുന്ന മടവൂരിൽ ആ മഹത്തായിരിക്കുന്ന പള്ളിയിൽ വാപ്പ നടത്തിയ ദർസ് പോലത്തെ വലിയൊരു ദർസ് ആ നാട്ടുകാർക്ക് കുട്ടിക്കാലത്ത് പരിചയമുള്ള, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, സുസമ്മതൻ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വന്യരായിരിക്കുന്ന സിഎം വലിയുല്ലാഹിയെ വളരെ ചെറുപ്പകാലത്ത് വലിയൊരു ബാക്കിയാത്തിൽ നിന്ന് 1ാം റാങ്കോടെ ബാക്കവി ബിരുദം കരസ്ഥമാക്കി മടവൂര് പള്ളിയിൽ ദർസ് നടക്കുകയാണ്. ഊറ്റിച്ചില്ലാനും കുട്ടികളുണ്ട്, അവർക്ക് ഓതിക്കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം ഓതിക്കൊടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് വിശുദ്ധമായിരിക്കുന്ന മക്കയിലേക്ക് ചെല്ലുന്നത്. അവിടെ നിന്ന് വിശുദ്ധമായ മദീനയിലേക്ക് ചെല്ലുന്നു. വിശുദ്ധമായ മക്കയിൽ വെച്ചിട്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ ഒരു നൂറ് കടന്നു വരികയാണ്. മഹാരഥന്മാർക്ക് അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വിശുദ്ധമായ മദീന സിയാറത്ത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, പാപ്പാ പലവട്ടം ഞാൻ എന്റെ റൂഹിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്റെ ജസദോട് കൂടെയാ വന്നത്. ആയിരക്കണക്കിന് ആളുകൾ കൂടെയുള്ള അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അങ്ങയുടെ കയ്യൊന്ന് എനിക്ക് നീട്ടിത്തരണം, എനിക്കൊന്ന് ചുംബിക്കണമെന്ന് അവിടുന്ന് പ്രിയപ്പെട്ട പാപ്പയോട് ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ അവരുടെ അങ്ങനെ അന്തരങ്ങളിൽ നിന്ന് ഉള്ളിൽ നിന്ന് അവിടുത്തെ കയ്യങ്ങ് നീട്ടിക്കൊടുത്ത് പല ആളുകളും അതിന് സാക്ഷിയാവുകയാണ്. അവിടുന്ന് കൈമുത്തുകയാണ്. മഹാരഥന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന നോട്ടം ലഭിക്കുന്നതിന്റെ പ്രധാന ഉറവിടം അത് വിശുദ്ധ മദീനയാണ്. അതുകൊണ്ടാണ് മക്കയും മദീനയും ചില ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. മക്കയിലേക്ക് എപ്പം പോവുകയാണെങ്കിലും മനസ്സിൽ കിടക്കേണ്ടത് ശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ നമ്മൾ ഓർക്കുന്നതിന്റെ മേലെ മനസ്സിലേക്ക് വരേണ്ടത് അവരൊക്കെ പ്രവാചകരായത് നബിയുടെ പ്രകാശം അവരിലേക്ക് കയറിയത് കൊണ്ടാണ്. ആ നൂറ് വന്നതുകൊണ്ടാണ്. ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ള നൂറുണ്ടല്ലോ, ആ നൂറിന് കൃത്യമായ ഒരു ജസദില്ല. ആ ജസദ് ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയാണ് പൂർത്തിയാവുന്നത്. ബഹുമാനപ്പെട്ടിരിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിലിട്ട് മത്സ്യം വിഴുങ്ങിയില്ല. കാരണം അവിടെ ഞാനുണ്ടായിരുന്നു. ആരാണ് ഞാൻ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനെ തീ കൊട്ടാരത്തിലേക്ക് ഇട്ടു. അവിടുന്ന് കത്തിക്കരിഞ്ഞില്ല. കാരണം എന്താ? അവിടെ ഞാനുണ്ടായിരുന്നു. ആ ഞാനാണ് സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബിന്റെ പ്രകാശം കൃത്യമായി കിട്ടിയ ശൈഖുനയാണ് മടവൂർ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഹബീബിന്റെ സുന്നത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടാത്തതിന്റെ പേരിലാണ് ഒരു കല്യാണം ഉമ്മയുടെ നിർബന്ധത്തിന് കഴിച്ചത്. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസം മനസ്സിലാക്കി വഴിവക്കിൽ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ജീവിതം വീണ്ടും ഇബാദത്തിൽ ഇതിന്റെ പരിസരങ്ങളിലൂടെ കടന്നു വന്നു. പലയിടത്തും സുജൂദ് ചെയ്തു, പലയിടത്തും പല കാര്യങ്ങളും പറഞ്ഞു. ഹാജിമാർ ഇവിടുന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടോട്ടിയിൽ വെച്ചിട്ട് അങ്ങനെയും പറഞ്ഞു. അങ്ങനെ പലതും ജീവിതകാലത്ത്
കാലത്തിൽ അവിടെ നിന്ന് മന്ത്രിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറെ ഓതി ഊതുന്നതിന്റെ പകരം അത് വേണ്ട, ബൽ ബിൽ ഖൗലിയ, മടവൂർ വലി ഒരൊറ്റ വാക്കാണ് അതിപ്പോഴും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വേദന നിറഞ്ഞ മനസ്സുമായിട്ട് ശൈഖുനാന്റെ ചാരത്ത് ചെല്ലുമ്പോൾ ശൈഖുനോട് നേരിട്ട് അവിടെ നിന്ന് നിലക്ക് ഇസ്തിഗാസ ചെയ്ത് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന ഫർജ് ലഭിക്കുന്നുണ്ട്, സമാധാനമുണ്ട്. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. വർഷങ്ങളോളമായി വന്നിരായ ഉസ്താദ് അവറുകൾ ഇവിടെ വളരെ വിപുലമായ രീതിയിൽ ഓരോ വർഷവും അതിന്റെ വൈപുല്യം വർദ്ധിക്കുകയാണ്. ശൈഖുനാന്റെ മദ്ഹ് പറയുന്ന ഒരു മജ്ലിസ് ആണ്. മുഅ്മിനീങ്ങളെ, നമുക്കിതൊരു പിടിവള്ളിയാണ്. ബെൻസും റോൾ റോയ്സും ഇപ്പുറത്ത് വലിയ ഓഡിയും BMW കാറൊക്കെ നിർത്തിയിട്ട് മഹാന്മാരായ ഷാഫി ഇമാമും ഗസാലി ഇമാമും എല്ലാ മഹാന്മാരും അവിടെ ഉണ്ട്. അവിടെ നമ്മൾ ആപ്പ കുടിച്ചേറ്റി പോയാൽ ആട്ടുവിടുന്ന ഒരവസ്ഥ വരും. പക്ഷേ ഈ ആപ്പ കുടിസ് തന്നെ ഓരുടേതാണെങ്കിലോ, ഓരോ വീട്ടിലെ ഹാദ്യമായി നിൽക്കുന്ന ആരുടെ ആപ്പ കുടിസാണെങ്കിൽ അതിങ്ങോട്ട് കയറ്റിക്കൂടെ എന്ന് പറയുമല്ലോ. ആയതുപോലെ ഓരോ മഹബത്ത് വെക്കുക, അവരോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുക, അവരെ സ്നേഹിക്കുക, അവിടുത്തെ ഒരു മുഹിബായി മാറുക. അവിടുത്തെ ഓരോ ഷഫാഅത്ത് നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അവരെ മഹബത്ത് വെക്കുക, അവർ ജീവിച്ച ജീവിതങ്ങൾ എന്തൊക്കെയാണെന്ന് പലരിൽ നിന്നും മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം, ശ്രമിക്കണം. അള്ളാഹു ആ മഹാനവറുകളടക്കമുള്ള ഔലിയാക്കന്മാരോടുള്ള മഹബത്ത് നാൾക്കുനാൾ നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവിടുത്തെ ഒരുപാട് ഉറൂസിൽ സംബന്ധിക്കാൻ, അവിടുത്തെ മുഹബ്ബീങ്ങൾ ഒരു അംഗമായി ചേരാൻ നമുക്കൊക്കെ സർസിട്ടാവ് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞു ദുആ ചെയ്തുകൊണ്ട്